ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വെച്ചുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത്. നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലടക്കം വിവിധയിടങ്ങളിൽ വെച്ച് പൂജ നടത്തി. വീട്ടിൽ നടന്ന പൂജയിൽ പങ്കെടുത്തെന്നും അന്വേഷണത്തിൽ വിവരങ്ങൾ തേടിയാൽ സഹകരിക്കുമെന്നും നടൻ ജയറാം. സ്വർണ്ണപ്പാളി ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മൂവാറ്റുപുഴ പെരളിമറ്റത്തും എത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. നെയ്യഭിഷേകത്തിന് തേങ്ങ സന്നിധാനത്ത് എത്തിച്ച പേരിലും വെട്ടിപ്പ് നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസും ബിജെപിയും. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നെന്ന് വി.ഡി. സതീശൻ. സർക്കാർ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെടുമോ എന്ന് ബിജെപി. ഫലപ്രദമായ ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് എം.വി. ഗോവിന്ദൻ. സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഓപ്പറേഷൻ സിന്ദൂറിൽ 5 F-16 അടക്കം പാകിസ്ഥാന്റെ 10 പോർ വിമാനങ്ങൾ തകർത്തെന്ന വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നത് പാകിസ്ഥാൻ മെനഞ്ഞ മനോഹര കഥയെന്നും എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി കരസേനാ മേധാവി. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും സംയമനം പ്രതീക്ഷിക്കരുതെന്ന് ജനറൽ ഉപേന്ദ്രയുടെ മുന്നറിയിപ്പ്. കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി. വിജയ്ക്കെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ കടന്നു കളയുന്നത് നേതാവിന് ചേർന്നതല്ലെന്ന് കോടതി. വിജയ്ക്കെതിരെ കേസെടുക്കാത്തത് എന്തെന്നും സർക്കാരിനോട് കോടതി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ സർക്കാരും കത്തോലിക്ക സഭയും തുറന്ന പോരിലേക്ക്. ഭിന്നശേഷി സംവരണത്തിലെ ഒഴിവ് പട്ടിക നൽകാത്തത് പേരിൽ നിയമനങ്ങൾ അംഗീകരിക്കാത്തതിനെതിരെ മാർ തോമസ് തറയിൽ. NSSലെ അധ്യാപക നിയമനം മാത്രം അംഗീകരിച്ചത് അനീതിയെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ന്യൂസ് 18നോട്. സഭയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 67 വർഷം തടവ്. 72,000 രൂപ പിഴത്തുകയിൽ 50,000 ഇരയ്ക്ക് നൽകണമെന്നും വിധി. പാലക്കാട് പുതുനഗരത്ത് ജേഴ്സി വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തന്റെ വീട്ടിലും പൂജ നടന്നുവെന്നും അന്വേഷണത്തിൽ വിവരങ്ങൾ തേടിയാൽ സഹകരിക്കുമെന്നും നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. കട്ടളപ്പടിയും നടയും വെച്ചായിരുന്നു പൂജ. അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ പൂജയ്ക്കെത്തിച്ചത്. പോറ്റി വിളിച്ച പ്രകാരം പൂജയ്ക്ക് പോയിരുന്നെന്ന് നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹത്തിന് ഞാൻ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട്. അദ്ദേഹം മകരവിളക്കിലൊക്കെ വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, അയ്യപ്പന്റെ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്ന സ്വർണം എല്ലാം ശരിയാക്കി മദ്രാസിലെ ഒരു ഫാക്ടറിയിൽ അതൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ആഴ്ച കൊണ്ടുപോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് വന്ന് അതിലേക്ക് ഒരു വിളക്ക് വിളിച്ച് തൊട്ട് തൊഴുത് പോയാൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. അങ്ങനെ അമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഒരു പൂജ പോലെയൊക്കെ വെച്ചിരുന്നു അവര്. വീരമണി രാജു ഒരു പാട്ടൊക്കെ പാടി ഞാനത് പൂജയൊക്കെ ചെയ്തു. താൻ അഭ്യർത്ഥിച്ച പ്രകാരം ഇവ പിന്നീട് വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്നും ജയറാം സ്ഥിരീകരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന്, അപ്പൊ വലിയ സംഗതിയില്ല, അപ്പൊ അത്ര ഇറക്കാൻ പറ്റില്ല, ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, താങ്കളെ പോലെ 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണെന്ന് പറഞ്ഞ് നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു, ഇങ്ങനെ വരുന്നുണ്ട്, ഇത് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക്. അപ്പോ അവരെല്ലാരും വന്നു, വീരമണി പാട്ടൊക്കെ പാടി എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ ഒരു അരമണിക്കൂർ വെച്ചു. ഗായകൻ വീരമണിയെയും മകനെയും അടക്കം പൂജയ്ക്ക് വീട്ടിലേക്ക് ജയറാം ക്ഷണിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. ഇത്രയും സ്വർണമടങ്ങിയ ബാഗ് ഒമ്നി വാനിലാണോ കൊണ്ടുപോകുന്നതെന്ന സംശയം തോന്നിയിരുന്നെന്നും
അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ജയറാം പറഞ്ഞു. മാരുതി ഒമിനി വാനിലാണ് വന്നത്. അതിൽ കയറ്റി കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ കിട്ടി തന്നു. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവിടെ ശബരിമലയിൽ ഇത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ശബരിമലയുടെ പേരിൽ ചെന്നൈയിലും തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായതോടെ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ജയറാമിന്റെ വിശദീകരണത്തിലും അവ്യക്തതകളുണ്ട്. തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ ജയറാം സമ്മതിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിലെ വാതിൽപ്പാളികൾ പുറത്തു പൂജിക്കാൻ പാടില്ല എന്നത് ഭക്തനായ ജയറാമിനും അറിയാമായിരുന്നില്ല എന്ന ചോദ്യം ബാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കോട്ടയത്തെ ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായരുടേതാണ് വെളിപ്പെടുത്തൽ. 2019 മാർച്ച് 10-നാണ് ക്ഷേത്രത്തിൽ വാതിലെത്തിയത്. 2017 ശബരിമലയിലെ മണികളും ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ വാസുദേവനാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഘോഷയാത്രയായി എത്തിയ വാതിലിന് വിവിധയിടങ്ങളിൽ സ്വീകരണവും നൽകിയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, ദേവസ്വം ജീവനക്കാർ, ഉദ്യോഗസ്ഥർ എല്ലാം ചടങ്ങിൽ ഉണ്ടായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു. 2019 ഈ വാതിൽ കൊണ്ടുവന്നു. ഈ വാതിലിൻ്റെ ആദ്യ പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തേക്ക് തടിയിൽ തീർത്ത സാധനം ഇവിടുന്ന് ഗുരുവായൂർ കൊണ്ടുപോയി അവിടുത്തെ ഒരു നന്ദനാചാരി എന്ന ഒരു തച്ചനാണ് വാതിൽ പണിത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ചെന്നൈക്ക് കൊടുത്ത് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഈ മാർച്ച് 10-ാം തീയതി രാവിലെ 6 മണിയോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ആനക്കോട്ടിൽ വെച്ചാണ് ഇതിൻ്റെ കവറിങ് തന്നെ പൊളിക്കുന്നത്. അതുവരെ അത് ഭദ്രമായിട്ട് തന്നെ ഇരിക്കുക. വഴിക്കങ്ങ് ഒരിടത്തും അഴിച്ചില്ല. അതിൻ്റെ സീല് അഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാണ്. നമ്മുടെ മേശാന്തി അതിനൊരു പൂജ നടത്തി. അതിനുശേഷമാണ് ജയറാം മക്കളെ വന്ന് ഇത് അമ്പലപ്പുഴ പേട്ടകെട്ടുകാരുടെ ഒരു രഥം ഉണ്ടായിരുന്നു. അത് അലങ്കരിച്ച് ഘോഷയാത്രയായിട്ട് 8-10 അമ്പലങ്ങളിൽ പോയതിന് ശേഷമാണ് പമ്പയിലോട്ട് ചെല്ലുന്നത്. ഒരു 10-11 കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ദേവസ്വത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു, നമ്മുടെ പഴയ MLA പത്മകുമാർ ഉണ്ടായിരുന്നു, വിവിധ ആൾക്കാരുണ്ടായിരുന്നു. അതെ. ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി മൂവാറ്റുപുഴ പെരളിമറ്റത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു. സ്പോൺസർ അജിത് കുമാറിന്റെ സഹോദരൻ അനിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പെരളിമറ്റത്തെ വീട്ടിലെത്തിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. അവിടെ നിന്ന് പള്ളിക്കത്തോട് ഇളംപള്ളി ശ്രീധർമ്മക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയെന്നും അനിൽ പറഞ്ഞു. 2019 സെപ്റ്റംബർ 11 ഒരു ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ദ്വാരപാലക വിഗ്രഹം നമ്മുടെ സഹോദരൻ അജികുമാറിൻ്റെ നേതൃത്വത്തിൽ പെരളിമറ്റത്തെ അദ്ദേഹത്തിൻ്റെ തറവാടായ ഈ വീട്ടിലെത്തിയത്. ഇവിടെ വന്ന് ഈ വീട്ടിൽ ആ വിഗ്രഹം വെക്കുകയും അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായ സർപ്പക്കാവിൽ വെച്ച് പാനകപൂജയും ഭക്തിഗാന സുതയും ഒക്കെ നടത്തി ശേഷം രാവിലെ ഒരു 3 മണിയോടുകൂടി ഈ ദ്വാരപാല വിഗ്രഹവുമായിട്ട് പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ശബരിമലയിലെ പൂജകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നതിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട്. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെന്ന് ദേവസ്വം ബോർഡിന് വിവരം ലഭിച്ചു. 2022 ജനുവരി 1 ബംഗളൂരുവിലെ ഭക്തന്റെ പേരിൽ 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിനെത്തിച്ചതും ഉണ്ണികൃഷ്ണനാണ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലും മറ്റു പല സ്ഥലങ്ങളിലും ഇയാൾ പൂജയ്ക്ക് വെച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. 2021 ജനുവരി 1 ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭക്തന് വേണ്ടിയെന്ന് പറഞ്ഞ് 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിനായി കൊണ്ടുവന്നത്. പമ്പയിൽ നിന്ന് ട്രാക്ടറിലായിരുന്നു തേങ്ങ എത്തിച്ചത്. ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അയ്യപ്പനെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നതാണ് നെയ്ത്തേങ്ങ. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരണമെന്നതാണ് ആചാരം. ട്രാക്ടറിൽ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്തതിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്. മകരവിളക്ക് സീസൺ സമയത്ത് 10,000-കണക്കിന് ഭക്തർ നെയ്യഭിഷേകത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആചാരം പോലും നോക്കാതെയുള്ള VIP പരിഗണന. 2021 മുതൽ 23 വരെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ കൂട്ടത്തോടെ നെയ്യഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്തു. ഒടുവിൽ 2023 ദേവസ്വം ബോർഡ് തന്നെ ഇത് വിലക്കുകയായിരുന്നു. നെയ്യഭിഷേകം ഉൾപ്പെടെ പൂജകളുടെ പേരിൽ ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ മകരവിളക്ക് ദിവസം പാണ്ടിത്താവളത്തിൽ സമൂഹ സദ്യ നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പേരിൽ നിർധന യുവതിക്ക് വീട് വെച്ച് നൽകിയതിലും പ്രധാന സ്പോൺസറായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊന്നും ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരിൽ നിന്ന് വലിയ തുക വാങ്ങിയെടുത്തതായും ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ ശാന്തിയായി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലും പൂജിച്ചിരുന്നു. മറ്റെവിടെയെല്ലാം ഇത്തരത്തിൽ ഇയാൾ ശബരിമലയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്.
വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ദ്വാരപാലക ശില്പപാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനര്. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ്. പുറത്തു കൊണ്ടുപോയി ഉള്ള അറ്റകുറ്റപ്പണികൾക്ക് തന്ത്രിമാർ സാധാരണ അനുമതി നൽകാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി നമുക്കിപ്പോൾ അങ്ങനെ അധികാരമായിട്ട് പറയാൻ അന്ന് സ്വർണ്ണമായിരുന്നു പൊതിഞ്ഞേക്കുന്നത്. അട്ടിമറിയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അതല്ലേ വേണ്ടത്. ഭഗവാന്റെ മുതലല്ലേ, വിശ്വാസത്തിൻ്റെ പുറത്തുകൊണ്ടെന്നല്ലേ, വിശ്വാസമായിട്ട് അദ്ദേഹം സമർപ്പിച്ചതാണ് ജീവനിലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം അത്യാവശ്യമാണത്. അല്ല, ഇപ്പോൾ ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്, അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്, ആ ദേവസ്വം മാനുവലിൽ തന്നെ ഉള്ളത്. കമ്പനി നിയമം അനുസരിച്ച് ഒരിക്കൽ പ്ലേറ്റിംഗ് ചെയ്ത വസ്തു പിന്നീട് എടുക്കില്ലെന്ന് സ്വർണ്ണപ്പാളികൾ പൂശാനായി എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KB പ്രദീപ് കുമാർ. കമ്പനിയുടെ പക്കൽ എത്തിച്ചത് ചെമ്പുപാളികളാണെന്നും അതിലൊന്നും പൂശിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ വേറെയും പ്ലേറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുണ്ടെന്നും പ്രദീപ് കുമാർ കൂട്ടിച്ചേർത്തു. കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കൽ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂശുകയോ എന്തെങ്കിലും കവറിങ്ങോ ചെയ്ത ഒരു ആർട്ടിക്കിൾ കമ്പനി ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് സ്വീകരിക്കത്തില്ല. അപ്പോൾ ഒരു ബെയർ ബോഡീഡ് മെറ്റലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ എപ്പോഴും ഗോൾഡ് പ്ലേറ്റിങ്ങിന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പറിലുണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ പുറത്ത് ഒന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബെയർ മെറ്റൽ സാധനമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് കമ്പനിയുടെ പ്രോട്ടോക്കോള്. അതിന് കമ്പനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസും BJPയും. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ശബരിമലയിൽ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട സ്ഥിതിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ്. യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ്. സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ്. അയ്യപ്പന്റെ സ്വത്ത് കക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ ചോദ്യം. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല. അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന്. ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി 2000 മുതൽ 2019 വരെ നാണയമുറിയിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്നു. 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19-ന് തീരുമാനിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. അദ്ദേഹത്തിന്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല. ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്ന ആരാണ്? ഇന്നിപ്പോ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം പ്രസിഡന്റുമാർ അറിഞ്ഞില്ലേ എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. പുറത്തുവരുന്ന കാര്യങ്ങൾ കേട്ട് അയ്യപ്പ ഭക്തർക്ക് ആശങ്കയാണെന്നും ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അധികാരം എന്താണ്? അപ്പോൾ ഇത് അടുത്ത
ആശങ്ക ഭക്തജനങ്ങൾക്കുണ്ടാവുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ് കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന കലിയുഗവരദനായ അയ്യപ്പ സന്നിധിയിൽ ഇത്രയും വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആരെ കബളിപ്പിക്കാനാണ്? ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? മാത്രമല്ല, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ വ്യക്തമായി പ്രതികരിക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന് പകരം ഇവിടെ വേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സമഗ്ര അന്വേഷണമാണ് വേണ്ടത്. ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കുക. കേന്ദ്ര ഏജൻസി അന്വേഷണം സർക്കാർ ആവശ്യപ്പെടുമോ എന്നായിരുന്നു BJP നേതാവ് V. മുരളീധരന്റെ ചോദ്യം. ആചാരലംഘനത്തിന് ശ്രമം നടത്തിയ അതേ കാലയളവിലാണ് ഇതും നടന്നത്. ദേവസ്വം വിജിലൻസ് അപ്രസക്തമാണെന്നും V. മുരളീധരൻ പറഞ്ഞു. ശബരിമല ശ്രീകോവിലിനെ വിറ്റ് ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത്. ഒരു വശത്ത് ആചാരലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം, അത് ശ്രീകോവിലിലെ സ്വർണം, ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ, ക്ഷേത്രവിശ്വാസികളുടെ, ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നു. സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്നും പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് 1999 മുതൽ 2025 വരെയുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂജാ അവധി കഴിഞ്ഞ് എപ്പോഴാണോ കോടതി തുറക്കുന്നത് അന്ന് തന്നെ കോടതിയോട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം, അത് സ്വർണ്ണത്തിൻ്റെ തൂക്കമാവട്ടെ, സ്വർണ്ണത്തിൻ്റെ അളവാവട്ടെ, ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ചാവട്ടെ, ഇതെല്ലാം സമഗ്രമായൊരു അന്വേഷണം കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പുറത്തു വരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. ഉദ്യോഗസ്ഥരെ പഴിചാരി കൈ കഴുകാനുള്ള ശ്രമമാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായത്. ആ അനുവാദപ്രകാരം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയൻ ഉദ്യോഗസ്ഥനാണ്, പോറ്റിയല്ല. പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആത്മീയ കച്ചവടം നടത്താൻ അവസരം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും. അല്ല, ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് CPMന്റെ കുഴപ്പമാണ്, പാർട്ടി തീരുമാനിച്ചാണ് എന്നൊക്കെ RSSകാർ വന്ന് പറയുമ്പോഴത്തേക്കും അവരിതിനെ നന്നാക്കാനല്ല നടക്കുന്നതെന്ന് നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം. അവിടെ കൃത്യമാണ്, വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണം ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുൻപാണ് ആരോപണം ഉയർന്നത്. നിലവിൽ ഉയർന്ന ആരോപണങ്ങളിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. ഫലപ്രദമായ ഏജൻസിയെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നാണ് CPMന്റെ നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് പീഠത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവസാനം പീഠം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ് പീഠം കടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എല്ലാം അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം വരും. ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം. തിരിച്ചറിയുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് യാതൊരു തർക്കമേ ഞങ്ങളാളല്ലാന്ന് ഉറപ്പാണ്. വേറെ ആരോപണങ്ങൾ സംശയിക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ചെന്നൈയിലും ബംഗളൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനുമായി പിരിവ് നടത്തിയെന്നാണ് സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. ഡാൻ കുര്യൻ വിശദമായ വിവരങ്ങൾ നൽകും.
ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരൂഹമായ പല ഭൂമി ഇടപാടുകളും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരുകളിൽ ഇയാൾ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ദേവസ്വം വിജിലൻസിന് മുമ്പിൽ നാളെ ഹാജരാകാൻ നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇയാൾ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അവിടെ മാധ്യമങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തന്നെ വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെ. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ നിലവിൽ വിജിലൻസിന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിലേക്ക് വഴിവെച്ച സ്വർണ്ണപ്പാളി ഈ ശബരിമലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചതാര്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും ബെനാമിയായിരുന്നോ? അതോ ഇടനിലക്കാർക്ക് വേണ്ടി ഇയാൾ ചെയ്ത സഹായമാണോ ഇത്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. നാളെ വിശദമായി ഇയാളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കരൂർ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു മദ്രാസ് ഹൈക്കോടതി. IPS ഉദ്യോഗസ്ഥ അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചത്. TVK സ്ഥാപകൻ വിജയ്ക്കെതിരെയും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കരൂരിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ച് കടന്നുകളയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലെന്നും കോടതി പറഞ്ഞു. വിജയ്ക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നും കോടതി ചോദിച്ചു. TVK സംസ്ഥാന നേതാക്കളുടെ ജാമ്യ അപേക്ഷയും കോടതി ഇതോടൊപ്പം തള്ളി. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, രൂക്ഷമായ വിമർശനമാണ് വിജയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിനോടൊപ്പമാണ് ഈ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ TVKയുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്ത വണ്ണമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മദ്രാ ബെഞ്ച് ഉന്നയിച്ചിട്ടുള്ളത്. അതും വളരെ കടുത്ത ഭാഷയിൽ തന്നെ. വിജയ്ക്കെതിരെ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഇതുവരെ സംസ്ഥാന സർക്കാർ വിജയ്ക്കെതിരെ കേസെടുക്കാതെ ഒന്ന് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കോടതിയുടെ നിരീക്ഷണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വിജയ്ക്കെതിരെ നടപടികളിലേക്ക് കടക്കാം എന്നായിരുന്നു കോടതി ഇതിനു മുൻപേ സംസ്ഥാന സർക്കാർ ഇതിനു മുൻപേ കരുതിയിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിജയും TVKയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് സെന്തിൽകുമാർ അധ്യക്ഷനായിട്ടുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ മദ്രാ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും കോടതി പറഞ്ഞത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മരിച്ചു വീഴുമ്പോൾ ആ നാട് വിട്ട് എങ്ങനെയാണ് വിജയ്ക്ക് അവിടെ നിന്ന് പോകാൻ കഴിയുക എന്ന് കോടതി ചോദിച്ചു. വിജയ് ഒരു നേതൃഗുണമില്ലാത്ത ആളാണെന്ന് കോടതി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ ഒന്ന് മാപ്പ് പറയാൻ അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ എന്തുകൊണ്ട് വിജയ് തയ്യാറായില്ല എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ലോകം മുഴുവൻ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. എന്നാൽ വിജയ് വിഷയത്തിൽ മാപ്പ് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കോടതി പറഞ്ഞു. ഇത് താരത്തിൻ്റെ മനോനിലയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല TVKക്കെതിരെയും വിമർശനമുണ്ട്. ആളുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. അതുപോലെ തന്നെ ആളുകൾക്കുള്ള കുടിവെള്ളം, ഭക്ഷണം, അതുപോലെ ശുചിമുറി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെയും കടുത്ത ഭാഷയിൽ ഒരു വിമർശനമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് വിജയ്ക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. TVKക്കെതിരെ മൃദു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ 2 അറസ്റ്റിനപ്പുറം സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? 2 പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അതിനപ്പുറം വിഷയത്തിൽ എന്ത് നിലപാട് സർക്കാർ സ്വീകരിച്ചുവെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. പോലീസിന്റെ നിസ്സംഗത അത് കോടതി ആശ്ചര്യപ്പെടുത്തിയെന്നും മദ്രാസ് ഹൈക്കോടതി നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ കോടതിയെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി മുതൽ ദേശീയപാതകളിൽ ഇത്തരമൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്ക് അനുമതി കൊടുക്കില്ല എന്ന്
സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മാർഗരേഖകൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി വരികയാണ്. ഇത് പൂർണ്ണമായതിന് ശേഷം മാത്രമേ ഇനി മുതൽ ഇത്തരം സമ്മേളനങ്ങൾക്ക് വേദിയാകാൻ ഇത്തരം ദേശീയപാതകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അനുവദിക്കൂ. അല്ലെങ്കിൽ അതുവരെ മറ്റ് പ്രത്യേക വേദികളായിരിക്കും ഇതിനു വേണ്ടി അനുവദിക്കുക എന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക മുൻകൂർ ജാമ്യാപേക്ഷ ചോദിച്ചുകൊണ്ട് രണ്ട് സംസ്ഥാന നേതാക്കൾ, TVKയുടെ രണ്ട് സംസ്ഥാന നേതാക്കൾ അപേക്ഷ നൽകിയിരുന്നു. ഇവരുടെ ഈ ഹർജിയും കോടതി തള്ളിയിട്ടുണ്ട്. ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ F-16 J-17 ഉൾപ്പെടെ പാകിസ്ഥാന്റെ 10 വിമാനങ്ങൾ തകർത്തതായി വ്യോമസേനാ മേധാവി. C-130 അടക്കമുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായതായും വ്യോമസേനാ മേധാവി AP സിംഗ് വെളിപ്പെടുത്തി. Pakistan losses are concerned, I think it was very clear, it was clearly spelled out in the initial debriefs also, that we have struck a large number of their airfields, and we struck a large number of their installations, and what we have gathered from whatever reports we have got is that on ground, because of our strikes, there have been radars at least 4 places, command and control centers at 2 places, runway of course damaged at 2 places, then 3 of their hangars in 3 different stations have been damaged, and in that hangar as well as on tarmac we have signs of one C-130 class of aircraft, one AEWC class of aircraft, and at least 4 to 5 fighter aircraft, most likely F-16, because that base happened to be F-16, which would have been under maintenance that time. എയ്ഡഡ് കോളേജിലെ അധ്യാപക നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. NSSന് കൊടുത്ത ആനുകൂല്യം തങ്ങൾക്കും നൽകണമെന്ന് തോമസ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി സർക്കാർ നീക്കം നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കണോ എന്നും തോമസ് തറയിൽ ചോദിച്ചു. ജനാധിപത്യ സർക്കാർ എല്ലാ ജനങ്ങൾക്കും വേണ്ടി സമത്വത്തോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും വിവേചനം ചൂണ്ടിക്കാട്ടി തോമസ് തറയിൽ പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എയ്ഡഡ് സ്കൂൾ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിലാണവർ. പക്ഷേ സർക്കാർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സഭകളുടെ നിലപാടിന് ഫലത്തിൽ തള്ളി പറയുകയാണ്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്നോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് ചേരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ സഭകളുടെ സമര രീതികളെ അടക്കം സംശയത്തോടെയാണ് മന്ത്രി കാണുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? നമ്മളൊരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനപൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്തുകൊണ്ട് സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു? കുറേ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നിയമനങ്ങൾ ഒഴിച്ചിടാമെന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം കൊടുത്തു. ഈ പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക. ഇത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. ഇതേ ആവശ്യമായിട്ടാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു വിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്കും ലഭിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അനുകൂലമായിട്ട് വിധിച്ചു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ അവർക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു. അതായത് ഇത് കൊടുത്തില്ലെങ്കിലും ഇത് NSSന് മാത്രമുള്ള വിധിയാണ്, അതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെയോ മറ്റു മാനേജ്മെന്റുകളിലെയോ അധ്യാപകർക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇവരുടെ നിയമനങ്ങൾ അംഗീകരിക്കരുത് എന്ന് അർത്ഥമില്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധിയിൽ NSSന്റെ ബാക്കി എല്ലാ നിയമനങ്ങളും അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാനേജ്മെന്റുകളെ അംഗീകരിക്കാമല്ലോ. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അത് പതിവായിട്ട് അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഭൂരിപക്ഷ വോട്ടുകൾ അവർ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും എതിർപ്പില്ല.
പക്ഷേ അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കേണ്ടതുണ്ടോ? ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെയും അദ്ദേഹം പ്രതീക്ഷയോടെ കാണുകയാണ്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, ചർച്ചകൾ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപന നിയമനത്തിന് അംഗീകാരം നൽകാത്തതുമായി ബന്ധപ്പെട്ട സർക്കാരും ക്രൈസ്തവ സഭകളും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഏറ്റുമുട്ടൽ നടത്തുന്നതിനിടെയാണ് തോമസ് തറയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി സഭകളെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് എടുത്തിരുന്നു. പല പരാമർശങ്ങളും തങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ തങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരാണ്, നിയമവിരുദ്ധതയ്ക്കാണ് ഫലത്തിൽ സഭകൾ ശ്രമിക്കുന്നതെന്ന അടക്കമുള്ള ആരോപണങ്ങൾ മന്ത്രി ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയുമായാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഫലത്തിൽ NSSന് കൊടുക്കേണ്ട കൊടുത്ത ആനുകൂല്യങ്ങൾ തങ്ങൾക്കും കിട്ടിയാൽ മതി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയാണ് സഭ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സമത്വത്തോടെ പ്രവർത്തിക്കുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്, എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഒരു വിവേചനമാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് തോമസ് തറയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പല ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു എന്ന സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NSS, SNDP ഉള്ള സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് സഭ ഇത്തരത്തിലൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എടുത്ത് കാണാനുള്ളത്, ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി സർക്കാർ ശ്രമിച്ചോട്ടെ, പക്ഷെ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കണോ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ് തോമസ് തറയിൽ ചെയ്യുന്നത്. തീർച്ചയായും സർക്കാരിന് ഒരു പരിധിയിൽ ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലല്ല മന്ത്രിയുടെ പ്രതികരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഏതാണ്ട് 16,000-ലധികം കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ നിയമനത്തിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. നേരത്തെയുള്ള മലയോര പ്രശ്നമോ അല്ലെങ്കിൽ കുട്ടനാടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൂപതിവ് ചട്ട ഭേദഗതിയോ ഒക്കെ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് സഭകളുടെ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിയും മറ്റ് MLA-മാരും എല്ലാം ചേർന്നുകൊണ്ട് മന്ത്രിയെ സമീപിച്ചത്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ സന്ദർശിച്ചത്. പക്ഷേ അതിനുശേഷവും മന്ത്രി ഇതിലൊരു നിലപാട് മയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഒരു രൂക്ഷമായ പ്രതികരണവുമായി സഭ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കെ ഇതായിരിക്കില്ല, ഇത് ശിവൻകുട്ടി മന്ത്രി പറയുന്നത് ആയിരിക്കില്ല സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ 16,000-ഓളം അധ്യാപകരുടെ നിയമനാംഗീകാരം ഫലത്തിൽ നൽകുക എന്നുള്ളത് സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ എങ്ങനെ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയ മധ്യകേരളത്തിൽ ഉള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷൻ തന്നെയാണ് തോമസ് തറയിൽ. അദ്ദേഹം സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഫലത്തിൽ ഈ പാലയും കാഞ്ഞിരപ്പള്ളിയും എല്ലാം ചേർന്ന് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ ഫലത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാകുക എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഭിന്നശേഷിക്കാരുടെ സംവരണ വിഷയത്തിൽ സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനുകൂലമായ കോടതി വിധി NSSന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അത് ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും അത് ബാധകമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നാണ് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ച നിയമോപദേശം. സമാധാനപരമായി പോകുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമാധാനം ഇല്ലാതാക്കാൻ ബോധപൂർവമായ നീക്കമാണിപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 3%, 4% ടോട്ടൽ സീറ്റിൽ റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെക്കണമെന്നുള്ളതാണ് കോടതി വിധി എന്ന് പറയുന്നത്. അപ്പോൾ NSS വാങ്ങിയിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ഞങ്ങൾ മാറ്റിവെക്കാന്നുള്ള അഫിഡവിറ്റ് കൊടുക്കാം, മറ്റ് ജനറൽ കാറ്റഗറിക്ക് അപ്പോയിന്റ്മെന്റ് നടത്താൻ ഉള്ള അനുവാദം തരണമെന്നുള്ളതാണ്. അപ്പോൾ അത് NSSന്റെ ഭാഗമായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ഇപ്പോൾ ആവശ്യക്കാർ പറയുന്നത്, ഈ സമരരംഗം നിൽക്കുന്നത് പറയുന്നത് NSSന്റെ വിധി വെച്ചിട്ട് ഞങ്ങൾക്കും ആനുകൂല്യം നൽകണമെന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് NSSന് മാത്രമുള്ള വിധിയാണ്. അപ്പോൾ ഓരോരുത്തരും കോടതിയിൽ നിന്ന് അവർക്ക് വിധി വാങ്ങേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു വളരെ സമാധാനപരമായിട്ടും ഒക്കെ പോകുന്ന ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നമ്മളൊരു ആ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. ഇതാണ് കോടതിയുടെയും ഒക്കെ വിധി. പക്ഷേ അവരോട്ട് സംസാരിക്കാൻ തയ്യാറാണ്. സംസാരിച്ച പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കും.
അധ്യാപക നിയമനത്തിൽ സർക്കാർ കള്ളക്കളി അവസാനിപ്പിക്കണമെന്ന് മോൻസ് ജോസഫ് MLA. നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് മന്ത്രി നടത്തിയതെന്നും മോൻസ് ജോസഫ് വിമർശിച്ചു. അപ്പോൾ ഇത് വസ്തുതാപരമായി പരിശോധിക്കാനുള്ള സമീപനം ഗവൺമെന്റ് എടുക്കുക എന്നുള്ള ജനാധിപത്യ സംവിധാനത്തിൽ കടമയാണ്, ഗവൺമെന്റുകളുടെ കടമയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങൾ കേരളത്തിന്റെ പൊതു ഭരണരംഗത്തും പൊതുസമൂഹത്തിലുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റുകൾ എടുക്കുന്ന പോസിറ്റീവ് നിലപാട് കൊണ്ടാണ്. വസ്തുതകൾ പരിശോധിച്ചാണ് ഇക്കാര്യങ്ങൾ പരിഹരിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം, ഭരണപരമായ ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ആ തെറ്റായ സമീപനം ഗവൺമെന്റ് തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. ഭിന്നശേഷി ഒഴിവ് വിവരം സർക്കാർ നൽകിയിട്ടും സർക്കാർ നിയമനം നടത്താതെ ഒളിച്ചു കളിക്കുകയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ. ഭിന്നശേഷി ഒഴിവ് സംബന്ധിയായ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്നും രാജീവ് ആവശ്യപ്പെട്ടു. അധ്യാപക നിയമനത്തിന്റെ ഭിന്നശേഷി ആളുകളുടെ ലിസ്റ്റുകൾ സർക്കാരിന് കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ ആളുകൾക്ക് നിയമനം നൽകുവാനായിട്ട് തയ്യാറാകാത്തത്? എന്നിട്ട് മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് തരുന്നില്ല എന്ന് ആളുകളുടെ ഇടയിലേക്ക് തെറ്റായിട്ടൊരു പ്രചരണം കൊടുക്കുന്നത് വളരെ ബോധപൂർവമാണ്. ഇതൊരു വർഗീയത സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് വിചാരിക്കുകയാണ്. സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി, മറ്റ് ജനവിഭാഗങ്ങളോട് ഭിന്നിപ്പുണ്ടാക്കി, ഈ നാട് സ്പർദ്ധയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മതരാഷ്ട്രവാദം എന്ന ആശയം വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങുകയാണോ ജമാഅത്തെ ഇസ്ലാമി? സ്ഥാപക നേതാവ് മൗദൂദിയുടെ ആശയങ്ങളിലൂന്നി ഇസ്ലാമിക രാഷ്ട്ര ചിന്ത എന്ന വിഷയത്തിൽ സംഘടനയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ ചർച്ച ഇന്ന് നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വത്തെ കൂടി വെട്ടിലാക്കുന്നതാണ് നീക്കം. ഭൂരിപക്ഷ സമുദായങ്ങളുമായി ഇടതുമുന്നണി കൂടുതൽ സഹകരണത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് UDFുമായി സഹകരിക്കുന്ന സംഘടനയുടെ വിവാദ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. സയ്യിദ് മൗദൂദിയും ഷെയ്ഖ് ഖറദാവിയും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിലാണ് സോളിഡാരിറ്റി ഇന്ന് ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 7 മണിക്കാണ് മലപ്പുറത്തെ ഈ ഒരു ചർച്ചാ സദസ്സ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് തികച്ചും മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത, പൊതുജനങ്ങൾ ഉൾപ്പെടുത്താത്ത പാർട്ടിയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ ഈ സോളിഡാരിറ്റി പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ടവരും മാത്രം പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് അറിയിച്ചുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഉയർന്ന വിമർശനങ്ങൾ വലുതാണ്. കാരണം നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടിയപ്പോൾ അവരുടെ മൗദൂദി ആശയങ്ങൾ അവർ ഒഴിവാക്കി എന്ന വലിയൊരു വിശദീകരണമാണ്, ഒരു സർട്ടിഫിക്കറ്റായിരുന്നു VD സതീശൻ നൽകിയിരുന്നത്. അവര് ആ വാദമൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFിനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. വെൽഫെയർ പാർട്ടിയുടെ ഒരു യുവജന സംഘടനാ വിഭാഗമായിട്ടുള്ള സോളിഡാരിറ്റി തന്നെ ഈ വിഷയത്തിൽ വലിയ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, ചർച്ചാ സംഘങ്ങൾ സംഘടിപ്പിക്കുന്നു പറയുമ്പോൾ അവരുടെ ആശയത്തിൽ അവർ പിന്മാറിയിട്ടില്ല. അവർ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വ്യക്തം. സ്വാഭാവികമായിട്ടും അവരെ ഒപ്പം കൂട്ടുന്ന അല്ലെങ്കിൽ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത ഘടകകക്ഷി അല്ലെങ്കിലും അവരെ ഒപ്പം കൂട്ടിയിട്ടുള്ള UDF ഇതിന് മറുപടി പറയേണ്ടി വരും. ലീഗും കോൺഗ്രസും ഇതിൽ വിശദീകരണം നൽകേണ്ടി വരും. ലീഗാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. നമ്മൾ ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് അവരുടെ കാര്യമാണ്, അറിയില്ല എന്ന തരത്തിലാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണമുള്ളത്. പക്ഷേ ഇടതുപക്ഷം ഇപ്പോൾ തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൗദൂദി ആശയങ്ങൾ അത് ലീഗിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാനാണ് വെൽഫെയർ പാർട്ടി ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു തീവ്ര വർഗീയ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇടതുപക്ഷം ചോദ്യം ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇടതു നേതാക്കൾ ആവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ലീഗും കോൺഗ്രസും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ അവർ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരല്ല എന്ന വിശദീകരണം നൽകിയാണ് അവരൊപ്പം കൂട്ടിയത്. ഇപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇതിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇത് വലിയ വിമർശനത്തിന് ഇപ്പോൾ തന്നെ ആയുധമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സോളിഡാരിറ്റി നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്, രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുള്ളതുമാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം പള്ളികളിൽ പലസ്തീനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി സുന്നി മഹല്ല് ഫെഡറേഷൻ. പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും അതിനെതിരെ ലോകമെമ്പാടും നടക്കുന്ന പ്രതിഷേധങ്ങൾ ഫലം കാണുന്നുവെന്നും മലപ്പുറം പാപ്പാട്ടുങ്കൽ ജുമാ മസ്ജിദിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്ത അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ പറഞ്ഞു.
ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം സുന്നി മഹല്ല് ഫെഡറേഷന് കീഴിൽ എല്ലാ പള്ളികളിലും പലസ്തീനു വേണ്ടി പ്രത്യേക ഐക്യദാർഢ്യ പ്രാർത്ഥനകൾ നടന്നു. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പാപ്പാട്ടങ്ങൾ ജുമാ മസ്ജിദിലാണ്. ശ്രീ അബ്ദുൽ സമദ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം അല്ലേ? പലസ്തീനു വേണ്ടി ഇന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ എല്ലാ മഹല്ലുകളിലും ഇതുപോലെയുള്ള പ്രതിഷേധ സംഗമങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ ജനതയെ ജനോസൈഡ് ചെയ്യുകയാണ്, വംശനശീകരണത്തിന് വിധേയമാക്കുകയാണ്. അതിനെതിരെ ലോകം പ്രതികരിക്കുന്നതിൻ്റെ ഒരു ഫലം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ UN-ന്റെ 80ാം പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പ്രതിനിധികൾ 100-ൽ പരം രാജ്യങ്ങളുടെ പ്രതിനിധികൾ എഴുന്നേറ്റ് പോയി എന്നത് ലോകത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 193ഓളം അംഗരാജ്യങ്ങളിൽ 151 രാജ്യങ്ങളും പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം അംഗീകരിച്ചു. അപ്പോൾ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ 2 കാരണത്താൽ, ഒന്ന് ലോകത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയും, 2 ഇതിൻ്റെ ഒരു ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. കാരണം അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുക എന്നത് മനുഷ്യത്വമുള്ളവരുടെ മാനവികമായ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രം. ഇടതുപക്ഷവും അതേപോലെ മുസ്ലിം ലീഗ് എല്ലാവരും പലസ്തീനോട് അണിനിരക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ? പലസ്തീൻ പ്രശ്നം നമ്മളൊരു മതപരമായ പ്രശ്നമായിട്ടല്ല കാണുന്നത്. അതൊരു വംശ നശീകരണ പ്രവർത്തനമാണ്. ഒരു രാജ്യത്തെ ജനവിഭാഗത്തെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ആ രാജ്യം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ഇതൊരു മതത്തിൻ്റെ പോരാട്ടമായി ചെറുതാക്കാൻ കഴിയില്ല. ആ ജനകീയമായ ആ സമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യമാണ്. അവർ നശിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നു എന്ന് മാത്രം. ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ പ്രതീക്ഷിക്കുന്നു. ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ ഫലമാണല്ലോ നെതന്യാഹു പോലും പ്രസംഗിക്കുമ്പോൾ UN സഭയിൽ 100 പേര് എഴുന്നേറ്റ് പോവുക. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ബഹുഭൂരിപക്ഷം, അപ്പോൾ യൂറോപ്പിൽ പോലും, ഇംഗ്ലണ്ട് പോലും ഇതിനെ അംഗീകരിച്ചു, UK അംഗീകരിച്ചു, അതുപോലെ തന്നെ പല രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ പലസ്തീൻ അംഗീകരിച്ചു. ഒരു കാലത്ത് പലസ്തീനെ എതിർത്തിരുന്ന ആളുകൾ, ഭൂരിഭാഗം അംഗങ്ങളും ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് ലോക മനസാക്ഷി ഉണർന്നുകൊണ്ടാണ്. വരും ദിവസങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. PLO രൂപീകരിക്കപ്പെട്ടപ്പോൾ PLOയെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. PLOക്ക് ഡൽഹിയിൽ ഓഫീസ് തുറന്നു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. യാസർ അറഫാത്ത് 1ലധികം തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി IK ഗുജറാളിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വേദി പങ്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ അദ്ദേഹത്തെ ഒരു അതിഥിയായി സ്വീകരിച്ചിട്ടുണ്ട്. അതിലുപരി ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് PLOക്ക് എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിൽ ചെയ്തു കൊടുത്ത് അവിടെ രാജ്യം അംഗീകരിച്ചു. മാത്രമല്ല ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി പലസ്തീനെ വെട്ടിമുറിച്ച സമയത്ത് പലസ്തീൻ അങ്ങനെ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ആ പാരമ്പര്യം പുലർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലസ്തീന് വേണ്ടിയുള്ള ഈ ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഐക്യദാർഢ്യങ്ങളൊക്കെ ഫലം കാണുന്നു. ഒപ്പം തന്നെ രാജ്യം ഈ ഒരു വികാരം കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കും അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. മലപ്പുറം CV അനുമോദ്, ന്യൂസ് 18. ഇടവേള. പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻ കുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 72,000 രൂപ പിഴയും ഒടുക്കണം. 50,000 രൂപ ഇതിൽ ഇരയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. 2024 ഫെബ്രുവരി 19-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചു വരികയായിരുന്ന നാടോടി സംഘത്തിലെ കുട്ടിയെ മിഠായി നൽകി പ്രലോഭിപ്പിച്ച ശേഷം പ്രതി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. ഒച്ചവെച്ച കുട്ടിയെ വാ പൊത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ശേഷം മരിച്ചെന്ന് കരുതി തൊട്ടടുത്ത ഓടയിലേക്ക് ഉപേക്ഷിച്ചു. തുടർന്ന് അർദ്ധരാത്രിയോടെ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പിതാവ് പരാതി നൽകിയും 19 മണിക്കൂറോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 500 അടി താഴ്ചയുള്ള ഓടയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്തു. കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തുടർന്ന് പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. 13 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടി. ഈ പ്രതി ഇതിനു മുൻപും ഇത്തരത്തിൽ പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും തുടർന്ന് ശിക്ഷ അനുഭവിച്ചു വരികയുമായിരുന്നു. കൃത്യം ചെയ്ത പ്രതി ഇവിടെ നിന്നും സ്ഥലം വിട്ട് ആലുവയിലേക്കും തുടർന്ന് പഴനിയിലടക്കം പോയി മൊട്ടയടിക്കുകയും രൂപമാറ്റം വരുത്തിയും മറ്റുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഭാഗത്തൂടെ സഞ്ചരിച്ച സിം കാർഡുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച പോലീസ് തെളിവുകളൊന്നും ലഭിക്കാത്തതിന്റെ ഭാഗമായി തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. തുടർന്ന് ഇതിനു മുൻപ് നടത്തിയ കൃത്യങ്ങളിലെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ നിലവിൽ ഈ പ്രതിക്ക് 67 വർഷം തടവ് ശിക്ഷയാണ് തിരുവനന്തപുരം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. രൂപം മാറി സഞ്ചരിച്ച പ്രതിയെ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ പല ഭാഗങ്ങളിലും പോലീസ് വലവിരിച്ച് കാത്തിരുന്ന ശേഷം അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. ഈ പ്രതിക്ക് കനത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷനും ഒപ്പം പോലീസ് അന്വേഷണത്തിനും വലിയ ഒരു പങ്കുണ്ട്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.
പോക്സോ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. പാലക്കാട് പുതുനഗരം ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി പുതുനഗരം വാര്യത്തുകളം N. ഷാജിയാണ് അറസ്റ്റിലായത്. കൊടുവായൂരിൽ കായിക ഉപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്നയാളാണ് ഇയാൾ. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉപദ്രവിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തെ തുടർന്ന് CPM ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാസർഗോഡ് 13-കാരിയെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിൽ. പ്രതിയായ 45-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പെൺകുട്ടി 4 മാസം ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ നാട്ടുകാരാണ് പിടികൂടിയത്. കണ്ണൂർ കല്യാട് വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിൽ അറസ്റ്റിലായ പൂജാരിയെ റിമാൻഡ് ചെയ്തു. കർണാടക ഹാസൻ സ്വദേശിയായ മഞ്ജുനാഥാണ് പ്രതി. വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ 2 ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയതെന്നാണ് പ്രതിയുടെ മൊഴി. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നായിരുന്നു കല്യാടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത്. അടുത്ത ദിവസം ഹുൻസൂറിലെ ലോഡ്ജിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. മുക്കം നഗരസഭയ്ക്ക് മുന്നിൽ കർഷകരുടെ നിരാഹാര സത്യാഗ്രഹം. കാട്ടുപന്നി നശിപ്പിച്ച വിവിധ വിളവുകളുമായാണ് കർഷകർ സമരത്തിനെത്തിയത്. പാലക്കാട് മണ്ണാർക്കാട് കാട്ടുപന്നി കുറുകെ ചാടി പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റു. കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് ഗുരുതര പരിക്കേറ്റത്. ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്ന നിജോ അപകടനില തരണം ചെയ്തു. CPM വേദിയിലെത്തിയത് സ്ത്രീപക്ഷ നിലപാടിന്റെ ഭാഗമായെന്ന് റിനി ആൻ ജോർജ്. താൻ CPM പരിപാടിയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായല്ല. ഈ വിഷയം സംസാരിക്കാൻ ആര് ക്ഷണിച്ചാലും പോകും. തന്നെ താറടിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ രീതി തുടർന്നാൽ അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയുമെന്നും അത് പലരും താങ്ങില്ലെന്നും റിനി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് റിനിക്ക് നേരിടേണ്ടി വന്നത്. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ CPM സംഘടിപ്പിച്ച പരിപാടിയിൽ റിനി പങ്കെടുത്തതാണ് വിവാദമായത്. CPM ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി, പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതൊരു രാഷ്ട്രീയമായ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിലൊന്നുമല്ല. ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത്. എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും, അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട്. അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. ധനലക്ഷ്മി ഗ്രൂപ്പ് 100 പേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് 318Dയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് മൾട്ടിപ്പിൾ കൌൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ജയകൃഷ്ണൻ, സുരേഷ് K. വാര്യർ എന്നിവരും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഹോൾ ടൈം ഡയറക്ടർ ശ്യാംദേവ്, ഡയറക്ടർമാരായ സുരാജ് KB, ബൈജു S. ചുള്ളിയിൽ, സുനിൽ കുമാർ K. തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരം പ്രവർത്തനങ്ങൾ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വളർച്ചയുടെ പാതയിൽ വലിയ പ്രചോദനമാണ് നൽകുന്നതെന്ന് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് പറഞ്ഞു. നടൻ മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് സൈബർ തട്ടിപ്പിന് ശ്രമം. താരത്തിന്റെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. മോഹൻലാൽ ഫാൻസ് എന്ന പേജിലാണ് മോഹൻലാലിന്റെ വീഡിയോയും ചിത്രങ്ങളും ഉപയോഗിച്ച് പണം സമ്മാനമായി വാഗ്ദാനം നൽകുന്നത്. വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നവർക്ക് ആദ്യം ഇൻബോക്സിൽ മെസ്സേജ് ലഭിക്കും. ഈ പോസ്റ്റ് പ്രൊഫൈലിലും 10 ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണമെന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്രധാന നിബന്ധന. ഇക്കാര്യങ്ങൾ പൂർത്തിയാകുന്നതോടെയാണ് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നത്. സൈറ്റിലെത്തുന്നതോടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ആവശ്യപ്പെട്ട് സന്ദേശമെത്തും.
സമ്മാനം നൽകാൻ തെരഞ്ഞെടുത്തയാളുടെ അക്കൗണ്ടും ഇമെയിൽ വിലാസവും പരിശോധിക്കുമെന്ന് സന്ദേശത്തിൽ പറയുന്നു. ഇതിനകം 4 ലക്ഷത്തിലധികം ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത്. 8500-ലധികം ഷെയറുകളുമുണ്ട്. ഈ പേജിന് മോഹൻലാലുമായോ ഔദ്യോഗിക ഫാൻ പേജുകളുമായോ ബന്ധമില്ലെന്നാണ് മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം